ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് ആൻഡ് സ്റ്റിച്ച്. ഇന്ന് നമുക്കൊരു നോർമൽ സ്ലീവിനെ എങ്ങനെ നമുക്കൊരു മോഡൽ സ്ലീവ് ആക്കാം എന്നുള്ളത് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ വളരെ ചെറിയൊരു വീഡിയോയിലൂടെ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക. പിന്നെ മുഴുവൻ ആളുകളും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് എടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ സ്ലീവ് വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു 2 ഇഞ്ച് മുകളിലോട്ടേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ബാക്കിയുള്ള സ്ലീവ് നമുക്ക് മോഡലാക്കാം കേട്ടോ. മുകളിൽ നിന്ന് 5 ഇഞ്ച് താഴെ നമുക്കൊരു മാർക്ക് കൊടുത്തിട്ട് എന്നിട്ട് 2 ഇഞ്ച് താഴെ ഒരു മാർക്കും കൂടി കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ നിന്ന് കൊടുക്കേ. നമുക്ക് എത്രയാണോ വീതി നീളത്തിലും ഈ മോഡൽ വേണ്ട അതിന് കണക്കായിട്ട് കൊടുക്കാം. ഞാനിവിടെ 5 ഇഞ്ച് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 5 ഇഞ്ച് താഴെയും പിന്നെ അവിടെ നിന്ന് താഴോട്ടേക്ക് 2 ഇഞ്ച് വീതിയിലാണ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്ക്വയർ ആക്കിയിട്ട് മാറ്റാം. സ്ലീവിൻ്റെ റൗണ്ട് വരെ ഞാനിവിടെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ക്വയർ ആക്കി മാറ്റിയതിന് ശേഷം നോക്കിയേ, എനിക്ക് 10 ഇഞ്ചാണ് കിട്ടുന്നത്. 10 ഇഞ്ച് ലെങ്ത്തും അതുപോലെ 2 ഇഞ്ച് വീതിയും. എന്നിട്ടൊന്ന് ആ കോർണറിൻ്റെ അവിടെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് കേവാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇത് കാണുന്ന നേരമാണ് മനസ്സിലാവുക. എന്നിട്ട് 2 സ്ലീവും ലൈനിങ്ങും എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഈ പീസ് അവിടെ തന്നെ വെക്കണേ. അതിനുശേഷം ഒരു 6 ഇഞ്ച് വീതിയുള്ളൊരു തുണി എടുക്കുക. എന്നിട്ട് നീളം എന്ന് വെച്ചാൽ എത്രയാണുള്ള അത്ര എടുക്കുക. എന്നിട്ട് നേരെ മടക്കി കൊടുക്കുക. 6 ഇഞ്ച് വീതിയുള്ള 2 പീസാണ് എടുത്തിട്ടുള്ളത്. 2 പീസ് മടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത പീസില്ലേ അതവിടെ വെച്ച് കൊടുക്കുക. ഒന്നിക്കിൽ ആ പീസിനേക്കാൾ ഇരട്ടി വേണം. അപ്പോൾ 10 ഇഞ്ചല്ലേ നീളം വന്ന കട്ട് ചെയ്ത പീസിന്. ഒന്നിക്കിൽ 20 വേണം, അല്ലെങ്കിൽ 15 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. എനിക്ക് കിട്ടുന്ന അത്ര എടുക്കുന്നതേ ഉള്ളൂ. 15 ഇഞ്ചിൽ നീളവും അതുപോലെ 2 ഇഞ്ചല്ലേ വീതി നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് വേണ്ടേ. 2.5 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 മടക്കിയതാണ്. മടക്കിയതിനെ 2 പീസ് തുണി വെച്ചിട്ട് നേരെ മടക്കി വെച്ചതാണിത്. അപ്പോൾ ഇത് നിവർത്തിക്കഴിഞ്ഞാൽ 5 ഇഞ്ച് വീതിയും 15 ഇഞ്ച് നീളത്തിലുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ പീസ്. ഇതിനടുത്ത് നമുക്ക് ഇത് ബാൻഡ് വേണ്ടേ, കൈറ്റ് തറ്റക്ക് വേണ്ടേ. അപ്പോൾ അത് നമ്മൾ 2 ഇഞ്ചിൽ കട്ട് ചെയ്താൽ അതിനെ നമ്മൾ 2 പീസാക്കി മടക്കിയിട്ടാണ് വെക്കുന്നത്. നോക്കിയേ, ഒരു 5 ഇഞ്ചിൽ തന്നെ 5 ഇഞ്ച് വീതിയും എത്രയാണോ ഇതിൻ്റെ നീളമുള്ളത് ആ നീളത്തിൽ തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കുറേ കണക്ക് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഇഞ്ച് വീതിയിലും 5 ഇഞ്ച് വീതി എടുത്തതെന്ന് വെച്ചാൽ തയ്യൽ തുമ്പ് വേണ്ടേ, അത് കണക്കാക്കിയിട്ടാണ് എടുത്തത്. എത്രയാണോ നീളം ആ ഒരു നീളത്തിലാണ് എടുത്തത്. അപ്പോൾ നമ്മളിതാ മധ്യത്തിൽ കട്ട് ചെയ്ത പീസ് ഞാൻ 15 ഇഞ്ച് നീളത്തിലല്ലേ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ എലാസ്റ്റിക്കിൻ്റെ നീളം എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത ആ പീസില്ലേ, നമ്മുടെ സ്ലീവിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത 10 ഇഞ്ചിലല്ലേ കട്ട് ചെയ്ത ആ 10 ഇഞ്ചിൽ 10 ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പ്, അപ്പോൾ 10.5 ഇഞ്ചിലാണ് ഈ എലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പീസ് എലാസ്റ്റിക് എടുത്തതിന് ശേഷം ആ ഒരു പീസിൻ്റെ മധ്യത്തിലായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സ്ലീവ് എടുത്ത് സ്ലീവിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെക്കുക. ഓക്കെ, ലൈനിങ് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചുരിദാറിൻ്റെ എല്ലാം നെക്ക് സ്റ്റിച്ച് ചെയ്യില്ലേ അതുപോലെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. നോക്കിയേ, ഒരു കറക്റ്റ് ഒരു 4 ഇഞ്ച് വിടത്തിൽ ചുറ്റും ഒന്ന് കറക്റ്റ് റൗണ്ട് ആക്കിയിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരിക്കലും ഈ റൗണ്ട് വരുന്ന വശത്തൊന്നും വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനേ പാടില്ല. കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊന്ന് എന്താ പറയുക ചെരിച്ചൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ റൗണ്ടാക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഓരോരോ കട്ട് കൊടുക്കുക. നമ്മൾ നെക്ക് ചെയ്യുന്ന ആ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ എന്തായിക്കോട്ടെ കറക്റ്റ് അളവെടുത്ത് നമുക്ക് ഏതൊരു മോഡലും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുമേ. എന്നിട്ട് നോക്കിയതാ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ഈ പതിച്ച് സ്റ്റിച്ച് ചെയ്യില്ലേ നെക്കിനെ ലൈനിങ് വെച്ചിട്ട്, അതുപോലെ ഈ ലൈനിങ്ങിൻ്റെ മുകളിലാക്കിയിട്ട് പതിച്ച് ചുറ്റൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് ബാക്കിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ലൈനിങ് ഇതാ നോക്കിയ ലൈനിങ് അന്നേരം പുറത്തേക്ക് തള്ളി നിൽക്കാതെ ബാക്കിലേക്ക് തന്നെ ആയിട്ട് നിൽക്കും. അതിന് ശേഷം ഈ ഒരു പീസിൽ നമ്മൾ ഈ എലാസ്റ്റിക് വെച്ച പീസ് അത് കറക്റ്റ് ഒരു 1/2 ഇഞ്ചല്ല നമ്മൾ തയ്യൽ തുമ്പെടുത്ത ആ 1/2 ഇഞ്ചിൻ്റെ മുകളിലാക്കിയിട്ട് വെച്ച് കൊടുക്കണേ. കറക്റ്റ് 1/2 ഇഞ്ച് ആക്കിയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നേരെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് തിരിയണമെങ്കിൽ സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്തിട്ട് എലാസ്റ്റിക്കിൻ്റെ നേരെ സെൻറ്റർ കറക്റ്റ് വരുന്ന രീതിയിലാക്കിയിട്ട് വെച്ച് 2 സൈഡും 1/2 ഇഞ്ചിൽ വെച്ചിട്ട് നമുക്ക് മുട്ട് പിന്നില്ലേ അത് ചുറ്റൊന്ന് സ്റ്റിച്ച് എന്താ പറയുക കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ സുമാർ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയിലുണ്ട്. അപ്പോൾ മുട്ട് സുജി കുത്തിയിട്ട് സേഫ്റ്റി ആക്കിയതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നല്ല ഇതിൽ തന്നെ ഇട്ടു കേട്ടോ. ഇനി ഇതിൻ്റെ ബാൻഡിൽ നമ്മൾ 5 ഇഞ്ച് വീതിയിലെല്ലാം എടുത്ത ഇതിൻ്റെ സ്ലീവിൻ്റെ മോശവശത്ത് നമ്മുടെ ഈ ബാൻഡിന് ഉപയോഗിക്കുന്ന തുണിയില്ലേ അതിൻ്റെ നല്ല വശം വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ പുറമേ കാണുന്ന മോശവശമാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മോശവശത്ത് ആദ്യം സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്നിട്ട് നോക്കി ഒരു 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം
നോക്കിയേ, ഇതിപ്പോൾ പുറമേ കാണുന്ന നല്ല വശം ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഈ തട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ അടിപൊളി സ്ലീവ് റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിന് നമ്മൾ മുത്ത് വെക്കണമെങ്കിൽ മുത്ത് വെക്കാം. നിങ്ങൾക്ക് ഈ ഒരു സ്ലീവ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻ്റ് ആക്കണേ. ഇതിപ്പോൾ ഇതാ ഈ ബാക്ക് വശം നോക്കിയേ, ബാക്ക് വശത്ത് എന്താ എക്സ്ട്രാ ഉള്ള പീസ് തയ്യൽ തുമ്പ് വരുന്ന നമ്മൾ എക്സ്ട്രാ തുണിയെല്ലാം വരുന്നില്ല, അതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതാ ഈ ഒരു മോഡലാക്കി ആ ഒരു വശത്ത് ലൈനിങ് വേണമെങ്കിൽ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് ഇത് വെച്ചതിന് ശേഷം ലൈനിങ് വെക്കുകയല്ല, ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ലൈനിങ്ങും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ലൈനിങ് ഒന്നും വെക്കുന്നില്ല, ഇതൊരു ചുരിദാറിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ്. ഇത് നമുക്ക് ബ്ലൗസിന്, സാരി ബ്ലൗസിന് അങ്ങനെയെല്ലാം വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് പ്ലെയിൻ ഷർട്ടെല്ലാം അടിക്കുന്നുണ്ട്, ഷർട്ടിന് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. ഇത് നോക്കി ഞാൻ ജസ്റ്റ് ഒന്ന് മുത്ത് വെച്ചിട്ട് കാണിച്ചു തരുന്നേ ഉള്ളൂ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.